ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പ്, ആരോടൊക്കെ വൈരാഗ്യമുണ്ടോ, ആരോടൊക്കെ കിബർ തോന്നുന്നുണ്ടോ, എല്ലാം എടുത്ത് ഒഴിവാക്കുക. നമ്മളൊക്കെ പച്ച മനുഷ്യരാ, ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നാളെ ഹിസാബിന് നമ്മൾ ഒറ്റയ്ക്കാ പോകുന്ന പടച്ചവന്റെ മുമ്പിലേക്ക്. നമ്മുടെ ഖൽബ് നന്നാക്കിക്കോളി, ഹൃദയം നന്നാക്കിക്കോളൂ. ആരും ആരോടും വെറുക്കണ്ട. വെറുപ്പുണ്ടെങ്കിൽ അത് ഇന്നത്തെ നിമിഷം അത് ഒഴിവാക്ക്. ഖൽബ് ശുദ്ധിയാക്കാതെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? പിണങ്ങി നിസ്കരിക്കുന്നവന്റെ നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കാതെ പെൻഡിങ് ആക്കി വെക്കുന്ന ഒരു നന്നാവട്ടെ എന്നിട്ട് മതി എന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പിണക്കങ്ങളൊക്കെ നന്നായിക്കോളി. പെണ്ണുങ്ങളെ, ആണുങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്റെ വിദ്യാർത്ഥിനികളെ, യുവാക്കളെ, യുവതികളെ, നമ്മുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന മാലിന്യങ്ങളെ നമ്മൾ ഇല്ലായ്മ ചെയ്യുക. ഹൃദയം ശുദ്ധിയാക്കിക്കോളൂ. യൗമ ലാ യൻഫഉ മാലും വലാ ബനീൻ വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ അള്ളാഹിന്റെ മുമ്പിൽ രക്ഷപ്പെടുന്നത് ഹൃദയത്തിൽ കറകളില്ലാതെ വന്നവർ മാത്രമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനോടും വെറുപ്പ് തോന്നണ്ട, ഒരാളോടും വൈരാഗ്യം വെച്ച് നടക്കരുത്, ഒരാളോടും പകരം വീട്ടണം എന്ന ചിന്തയോടുകൂടെ നടക്കരുത്. അള്ളാഹുലേക്ക് വിട്. നീ മാപ്പ് ചെയ്തു കൊടുക്ക്. ആ മനുഷ്യന് വേണ്ട ശിക്ഷ അള്ളാഹു കൊടുത്തേക്കും. പക്ഷെ നീ മാപ്പ് കൊടുക്ക്. മാപ്പ് കൊടുത്താൽ നിനക്ക് കൂലി കിട്ടും. നീ മാപ്പ് കൊടുക്കുന്നതോടുകൂടെ അള്ളാഹ് അവർക്ക് പുറത്തു കൊടുത്തു എന്നതിനർത്ഥമല്ല. അത് മനസ്സിലാക്കിക്കോളൂ. തെറിയൊക്കെ വിളിച്ചിട്ട്, പറയാവുന്നതൊക്കെ പറഞ്ഞിട്ട്, ഒറ്റക്കും കൂട്ടത്തിലും ഒക്കെ ഗീബത്തും നമീമത്തും ഹോൾസെയിലാക്കി കൊടുത്തിട്ട് ഒരു ക്ഷമാപണം എഴുതി വിട്ടാൽ ആ മനുഷ്യനത് സ്വീകരിച്ച് പൊരുത്തപ്പെട്ടാൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നു. പക്ഷെ ഗീബത്ത് എന്നത് അള്ളാഹ് ചെയ്യരുത് എന്ന് പറഞ്ഞ പണി നിങ്ങൾ ചെയ്തതാ. അത് അള്ളാഹ്